ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടി സ്റ്റഡി ടൂർ പോവുകയാണേ. കുറച്ചധികം സ്പെഷ്യൽ സ്കൂൾസ് കാണാനുണ്ട്. നിങ്ങളും ഈ സ്കൂളൊന്നും കണ്ടു കാണാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടോയേ. ഓണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറിയേ. അതിൽ സഹോദരിമാര് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടൊന്ന് മാതൃകയെ. അവിടുത്തെ മുട്ടക്കറിക്ക് 65 രൂപയായത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് കഴിച്ചെല്ലാം പെട്ടെന്ന് അങ്ങ് ദഹിച്ച്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്തോണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ആശാ നിലയം സ്പെഷ്യൽ സ്കൂളിലെത്തി. റോയി വടക്കേൽ അച്ഛന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അച്ഛനാണ് സ്പെഷ്യൽ സ്കൂൾസിന്റെ എല്ലാം ചെയർമാൻ. ഈ സ്കൂള് ഏഞ്ചൽസ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. 125 സ്റ്റുഡൻസും 90 സ്റ്റാഫൊക്കെ ആയിട്ടുള്ള ഒരു വലിയ സ്കൂളാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ഏഞ്ചൽസ് പാർക്കും മൺവീടും ശലഭോദ്യാനവും ഭംഗിച്ചിറങ്ങുന്ന പേരുള്ള സ്റ്റാച്ചു ഒക്കെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓരോ ക്ലാസ്സിലേക്കായിട്ട് പോയി. അതിൽ ഒരു ക്ലാസ്സിലെ കുട്ടി പാടിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടോ. എന്ത് രസമല്ലേ കേൾക്കാനായിട്ട്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായിട്ട് അവിടെ ആശ്വാസ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ഉണ്ട്. പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റും ക്യാൻഡിൽ മേക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്യും. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ക്യാൻഡിലെല്ലാം ഇവര് ഓരോ പള്ളികളിൽ സെയിലൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു റിപ്പോർട്ട് പ്രസന്റേഷൻ പോലെ തോന്നുന്നുണ്ടോ? ആയിരത്തും പറയണ്ട, ഞാൻ റിപ്പോർട്ട് നോക്കി വായിച്ചാണ് വോയിസ് പറയുന്നത്. നമ്മളിതാ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഏഞ്ചൽസ് ഹോർട്ടികൾച്ചർ തെറാപ്പി ഗാർഡൻ ആണ്. ഇവിടെ കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും ഒരുമിച്ച് താമസിക്കാനായിട്ട് പാരന്റൽ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. ഓർഫണായ ഒരു സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് വിനീതിന്റെ തട്ടാടാന്ന പേരിൽ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ സെന്റ് ജോൺ ഓഫ് ഗോഡിലെത്തി. 1998 സ്റ്റാർട്ട് ചെയ്ത് എൻജിഒയുടെ അണ്ടറിൽ വരുന്ന ഒരു റെസിഡൻഷ്യൽ സ്പെഷ്യൽ സ്കൂളാണ് ഇത്. 2003 ഇവരുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. IV, ഡൗൺ സിൻഡ്രോം, ഓട്ടിസം, CP എന്നീ 4 കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ജോൺ ഓഫ് ഗോഡ് 55 കൺട്രീസിലുണ്ട്. ഹോസ്പിറ്റാലിറ്റി, ക്വാളിറ്റി, റെസ്പെക്ട്, റെസ്പോൺസിബിലിറ്റി, സ്പിരിച്വാലിറ്റി ഒക്കെയാണ് ഇവരുടെ കോർ വാല്യൂസ്. ഇവിടെയും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അത്രയും പറയാനായിട്ടുള്ള ക്ലിപ്പ് എന്റെ ഇല്ല. ഞാൻ പിന്നെ ആരും കാണാതെയാണ് ബ്ലോഗ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഒരു ഓക്കെ ഊണ് ഞാൻ കഴിച്ചപ്പോഴേക്കും മഹേഷ് നല്ല ബിരിയാണി അങ്ങ് തട്ടിവിട്ട്. അവിടെ നിന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ 1973 സ്ഥാപിതമായ സീറോ മലബാർ സഭയുടെ അണ്ടറിൽ വരുന്ന ആശാഭവനിൽ പോയി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്കൂൾ വിസിറ്റ് തീർന്നു. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ പുതുപ്പള്ളിയിൽ ഒന്ന് ഇറങ്ങി. അവിടുത്തെ ബ്യൂട്ടി എൻജോയ് ചെയ്തിട്ട് നേരെ എറണാകുളത്തോട്ട് വിട്ട്. ഇന്ന് എറണാകുളത്തുള്ള ആശാ കേന്ദ്രത്തിലാണ് സ്റ്റേ. സുനിത ടീച്ചർ പ്രത്യേകം പറഞ്ഞു സൗകര്യം കുറവാണെങ്കിലും സന്തോഷം വലുതായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ശരിയെന്നാ.